ഹേ ഗായ്സ്, ആക്ച്വലി ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ആന്ധ്ര മീൽസിലാണ്. ഒരു മീൽസ്, ഒരു ആന്ധ്ര മട്ടൻ ബിരിയാണി. യെസ്, നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന 3 ഐറ്റംസ് ആണ്. ഒന്ന് നോർമൽ ആന്ധ്ര മീൽസ്, പിന്നെ ഒരു ആന്ധ്ര മട്ടൻ ബിരിയാണി, പിന്നെ ഒരു മട്ടൻ പെപ്പർ ഫ്രൈ. ആയാലും ഫ്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്, നല്ല സ്പൈസി ഫീൽ ഉണ്ട്. എന്തായാലും മട്ടൻ ബിരിയാണി ആദ്യം. ഈ ഇടുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഭയങ്കര വെൽ കുക്ക്ഡാണ് മട്ടൺ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി നൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ വന്നിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആന്ധ്ര മീൽസ് എത്തിയിട്ടുണ്ട്. പച്ചരി ചോറാണ് കേട്ടോ. നമ്മുടെ നോർത്തിലേക്ക് അല്ലെങ്കിൽ ആന്ധ്രയിലേക്ക് പോകുമ്പോൾ അതുപോലത്തെ റൈസ്. പിന്നെ ഒരു തോരനുണ്ട്. പിന്നെ ഇതെന്തോ സംതിങ് ഒരു വെജിറ്റബിൾ കറി. ഇത് പച്ചടിയാണോ? പിന്നെ നമുക്ക് വേറെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് സാമ്പാറാണെന്ന് തോന്നുന്നു. ഇത് രസം, പിന്നെ തൈര്, ഇത് പായസം. ഓക്കെ, എന്തായാലും നമുക്ക് മീൽസ്. പപ്പടം ഉണ്ട്. നോർമൽ മീലാണ്, പക്ക വെജിറ്റേറിയൻ മീലാണ്. നമുക്കിതിൻ്റെ കൂടെ കിട്ടിയ മട്ടൻ പെപ്പർ ഫ്രൈ എന്ന് പറയുന്നത് വെൽ കുക്ക്ഡാണ്. നല്ല ചൂടുണ്ട്. അടിപൊളിയാണ്, നല്ല എരിവുണ്ട്. ആ ഫുൾ പെപ്പറിലാണ്. പെപ്പറിൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ പെപ്പറിൻ്റെ ആ ഒരു സ്പൈസിനെസ് നല്ല രീതിയിലുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എന്തായാലും മീൽസിൻ്റെ കൂടെ ഒന്ന് ട്രൈ നോക്കട്ടെ. സൂപ്പർ, രക്ഷയില്ല, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ മലയാളികൾക്ക് ഒരു വൈറ്റ് റൈസ് പൊതുവേ എനിക്ക് എന്തായാലും അത്ര താല്പര്യമില്ല. പക്ഷേ ഇത് അടിപൊളിയാണ് ഗൈസ്. ഒരു രക്ഷയിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുള്ളതുകൊണ്ട് എൻ്റെ എല്ലാം നോക്കി ഫുൾ ക്ലീൻ. ഒരു തരി പോലും മിച്ചമൊക്കെ ഞാൻ ഫുള്ള് കഴിച്ചു. അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്ക് മീൽസിൻ്റെ കൂടെയുള്ള പായസം കൂടി ഒന്ന് ട്രൈ നോക്കാം. ലാസ്റ്റ് മീൽസ് നമ്മുടെ ഇലയൊക്കെ ക്ലീനാണ്, പക്ക ക്ലീനാണ്. അപ്പോൾ പായസം കൂടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അടിപൊളി കേട്ടോ. ഞാനിപ്പോഴേ നമ്മുടെ മീൽസ് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരത്തെ എടുത്ത ബിരിയാണിയുടെ ബാലൻസ് കുറച്ച് കഴിച്ച് നോക്കാമെന്ന് കരുതി കുറച്ച് ബിരിയാണി എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഈ മീൽസ് കഴിച്ചിട്ട് ബിരിയാണി കഴിച്ചിട്ട് വർക്കാണല്ലോ നമുക്ക് ഒട്ടും. പക്ഷേ ഞാൻ ആദ്യം ബിരിയാണി മാത്രം, അതായത് ഫസ്റ്റ് ട്രൈ ചെയ്ത ബിരിയാണിയാണ്. അങ്ങനെ ട്രൈ ചെയ്തപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു, രക്ഷയില്ല. മട്ടൻ ബിരിയാണി അടിപൊളി. പക്ഷേ ഈ മട്ടൻ പെപ്പർ ഫ്രൈ പ്ലസ് നമ്മുടെ മീൽസ് കഴിച്ച് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിച്ചിട്ട് അത് വർക്കാണല്ലോ. അത്രയ്ക്ക് അടിപൊളിയാട്ടോ ഇവിടുത്തെ മട്ടൻ പെപ്പർ ഫ്രൈ പ്ലസ് മീൽസ്. ആന്ധ്ര മീൽസിലെ സ്പെഷ്യൽ കാരമൽ പുഡിംഗ് ആണ്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടിട്ട് കാണാൻ അടിപൊളിയൊക്കെയാണ്, നല്ല ഫ്ലഫി ആയിട്ട് എന്താ പുല്ലിങ്ങൊക്കെയാണ്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ്, കഴിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടു. ഇവിടെ ഓൺലി ക്യാഷ് ഓർ കാർഡ് ഉള്ളൂ കേട്ടോ. അതിനി വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ കാർഡ് കൊണ്ടുവരണം കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ആക്ച്വലി ഇന്ന് അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ 2024 ആയപ്പോൾ ഒരു 50 years ആയി കൊച്ചിയിൽ വന്നിട്ട്. ഈ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 50 years ആയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഒരു ആന്ധ്ര സ്റ്റൈൽ പരീക്ഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്ന് കഴിക്കുക. ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും.
അത്രയ്ക്ക് അടിപൊളി ഫുഡാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.